ഏറ്റവും ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസഭാ സാമാജികൻ ശ്രീ ജോൺ ബ്രിട്ടാസ് MP അവരുടെ ഈ ഒരു സൽപ്രവൃത്തി സാക്ഷാത്കരിക്കാൻ സഹായിച്ചതിന് അഭിനന്ദിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ വേറെ ആരും എത്താൻ തയ്യാറാവാത്ത ഒരു പ്രവൃത്തി ഏറ്റെടുക്കാൻ ശ്രീ മണ്ഡപത്തിൽ ചേട്ടായിയും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിനെയും ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ MP ഉദ്ഘാടന പ്രസംഗത്തിൽ ടൂറിസം സാധ്യതകളെ പറ്റിയും പ്രത്യേകിച്ച് ഒരു ടൂറിസം പാക്കേജ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നിരുന്നു. നിരവധി സന്ദർഭങ്ങളിൽ ഇതേ ആശയം തന്നെ ഞാനെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ ഒരു പ്രത്യേകത വനം, മലകള്, ബോട്ടിംഗ്, പുഴയിലാണെങ്കിലും കായൽ സമാനമായിട്ടുള്ള മുള്ളൂൽ പോലത്തെ പ്രദേശത്തും അതുപോലെ തന്നെ മനോഹരമായ കടൽ തീരങ്ങൾ, ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഒക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. മറ്റ് ഏത് ജില്ലകളും കേരളത്തിൽ നോക്കിയാൽ ഏതെങ്കിലും 1-2 സാധ്യതകൾ കാണും. പക്ഷെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് വനം, മലകള്, കായല്, പുഴ, കടൽ തീരങ്ങൾ എല്ലാം ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം കൂടെ ബന്ധിപ്പിച്ചാൽ തന്നെ ഇവയെല്ലാം ഈ പ്രദേശങ്ങൾ ഉൾപ്പെടെ പരസ്പരം പോഷകങ്ങളായിക്കൊണ്ട് ആ നാടിന് തന്നെ ഒരു ഐശ്വര്യമായി മാറിത്തീരാൻ സാധിക്കും. അതിനുള്ള ഒരു സമഗ്രമായ തരത്തിലുള്ള ആസൂത്രണം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഈ ട്രക്കിംഗ് പാത്തിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി അവിടം വരെ എത്തിച്ചേരാൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ കൂടി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പരിശ്രമം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി വികസന സമിതിയുടെ ഭാരവാഹി ശ്രീ റോയി ഈറ്റക്കലിന്. ബഹുമാനായ യോഗാധ്യക്ഷ, വാർഡ് മെമ്പർ കൂടിയായ ശ്രീ വത്സല പ്രകാശ്, ഈ പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നാട്ടുകാരൻ തിരുക്കുറുമ്പക്കാരനായ രാജ്യസഭാ അംഗം ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചെന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ സഹപ്രവർത്തകരെ, എനിക്ക് ഇവിടെ പറയാനുള്ളത് ആശംസ നേരുന്നതിനേക്കാൾ ഉപരിയായി എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ പരിപാടിക്ക് ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യമായി നമുക്ക് ഫണ്ട് ഒരുക്കി തന്ന 20 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്ന MP-ക്കാണ് ആദ്യമായി നമ്മുടെ നന്ദി അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ അത്തരമൊരു ഫണ്ട് അനുവദിച്ചപ്പോൾ ഇത് ഏറ്റെടുത്ത് നടത്താൻ ആദ്യം കരാർ ടെൻഡർ ചെയ്തു. 6-7 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ഇത് ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറായില്ല. അവസാനം ഈ പദ്ധതി ക്യാൻസൽ ചെയ്യണമെന്ന നിലയിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അത്തരമൊരു നിർദ്ദേശം വന്നു. അങ്ങനെ അവസാനമാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് ദൈവദൂതനെ പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ മണ്ഡപത്തിൽ ചേട്ടായി ഈ വർക്കെടുത്ത് ചെയ്യാൻ തയ്യാറായത്. അദ്ദേഹത്തിന്റെ ഒരു മനസ്സുകൊണ്ടാണ് ഏകദേശം മനോഹരമായി, നിങ്ങൾ പലരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, എങ്കിലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഒരു പക്ഷേ ഒരു കരാറുകാരൻ ഒരു നാട്ടുകാരനേക്കാൾ ആത്മാർത്ഥയോട് കൂടി ആ പരിപാടി പൂർത്തീകരിച്ചു. അതുകൊണ്ട് തന്നെ മനോഹരമായി ആ പരിപാടി നമുക്ക് തീർക്കാൻ പറ്റി. അതിന് അദ്ദേഹത്തെ പ്രത്യേകമായി പ്രശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടി പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരമാണ് ഞാനും SM മെമ്പറും സാബുമാഷയ്ക്ക് ഇവിടെ വന്ന് ഈ പദ്ധതിയെക്കുറിച്ച് ഇന്നലെയും പരിപാടി പെട്ടെന്നായതാണ്, ഡേറ്റ് തന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് ആളെങ്കിലും ഇല്ലെങ്കിൽ മോശമായി പോകും. അപ്പം 3:30 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതായാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ 4-4 ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. കൃത്യസമയത്ത് തന്നെ MP ഇവിടെ എത്തിച്ചേർന്നു. ഏതായാലും ഈ പ്രദേശത്ത് വളരെ ആളുകൾ കുറവാണ്. എങ്കിൽ പോലും നമ്മളെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഈ പല മേഖലകളും നമുക്ക് പല തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് കിട്ടാനുണ്ടായ കാരണം നിങ്ങളെല്ലാവരും പിള്ളേരെയും എല്ലാവരും കൂടി ഈ സമയത്ത് തന്നെ കൃത്യമായി എത്തിച്ചേർന്നുകൊണ്ട് മനോഹരമായ പരിപാടിയായി നമുക്ക് ഈ പരിപാടി മാറ്റാൻ കഴിഞ്ഞു. അതിന് നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇത്തരം പരിപാടികളുമായി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വന്ന് സഹകരിച്ചാൽ നമുക്ക് ഇനിയും പല നേട്ടങ്ങളും, നമ്മുടെയൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന നമ്മുടെ നാട്ടുകാരായ നേതാക്കന്മാർ തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാവുന്നവരും അവർ ഇടപെടുന്നവരുമാണ്. അതുകൊണ്ടാണ് MP ഇവിടെ ഈ ഫണ്ട് അനുവദിച്ചത്. MP അറിയത്തില്ല, ഇവിടുത്തെ നേതാക്കന്മാരാണ് MP-യുടെ മുന്നിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച്. അപ്പോൾ നേതാക്കന്മാരോട് എല്ലാവരോടും നന്ദി പറയാനായി അവസരം വെച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെക്കാനുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് യോഗം അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം,
ഇവിടെ ഇപ്പോൾ മുമ്പ് എൻട്രൻസ് ഫീ ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതിൻ്റെ സൗകര്യം അപര്യാപ്തമായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു കെട്ടിടമുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റി. ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എവിടുന്നാണ് ഈ പ്രവേശന ടിക്കറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്ന്, ഉള്ളിലേക്ക് പോയതുകൊണ്ട്. രണ്ട്, ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യം ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കണം. ഇപ്പോൾ ഈ പ്രവേശന കവാടത്തിൻ്റെ സമീപത്ത് ഏതാനും ബൈക്കുകൾ വെക്കാൻ മാത്രമേ സൗകര്യമുള്ളൂ. ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ 10-15 വാഹനമുണ്ട് ഇവിടെ. ഈ റോഡിൽ വാഹനം വെക്കാൻ സൗകര്യമില്ല. അപ്പോൾ JCB ഉപയോഗിച്ച് കുറച്ച് കൂടി ഒരു ഗ്രൗണ്ട് ആക്കിയാൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യം നമുക്ക് ഒരുക്കാൻ സാധിക്കും. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം. ഇത് ഞങ്ങൾ പറയാൻ കാര്യം, 60 രൂപയാണ് നമ്മൾ എൻട്രൻസ് ഫീ വാങ്ങുന്നത്. 60 രൂപ കുറച്ച് അധികമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ അവർക്ക് മറ്റു യാതൊരു സർവീസ് കൊടുക്കുന്നില്ല. യാതൊരു സർവീസും നമ്മൾ കൊടുക്കുന്നില്ല അവർക്ക്. ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ വനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് പ്രയാസമില്ലെന്ന് വെച്ചു. പക്ഷേ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് ഇവിടെയുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാം ഉണ്ട്. അതിൽ സ്ത്രീകളും മുതിർന്നവരും ഒക്കെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനമുണ്ട്. അത് ഒരു പോർട്ടബിൾ സംവിധാനമാണ്. പക്ഷെ അതൊന്നും ഒരു ഫലപ്രദമല്ല, പര്യാപ്തമല്ല. അപ്പം അതുകൊണ്ട് ഒരു നല്ല അതെ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് വരുന്ന ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന, അവർക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇന്നലെ വന്നൊരു നിർദ്ദേശം, ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട MP-യുടെ മുന്നിൽ സൂചിപ്പിച്ചത്, നമുക്ക് ഇവിടുന്ന് ഒരു 900 മീറ്റർ അങ്ങോട്ടേക്ക് റോഡ് കഴിഞ്ഞിട്ടാണ് ഈ ട്രക്ക് പാത്ത് ആരംഭിക്കുന്നത്. ആ റോഡെന്ന് പറയുന്നത് ഓഫ് റോഡിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 വീൽ വാഹനങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. ഇനി അത് വാഹനത്തിൽ പോയില്ലെങ്കിലും നമുക്ക് നന്നായി നടന്നിട്ടാണെങ്കിലും പോകണമല്ലോ. അപ്പോൾ ആ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയാൽ നല്ലതാണ്. ഒരു 40-50 ലക്ഷം രൂപ പിന്നെ ചെലവ് വരും. ആ കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞത് നമുക്ക് കൂട്ടായി യത്നിക്കാം എന്ന് പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായല്ലോ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എമൗണ്ടും ഞാൻ തരില്ല, നമുക്ക് പഞ്ചായത്ത് ത്രിതല സംവിധാനങ്ങളുണ്ട്, അങ്ങനെയുള്ള ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ എന്തായാലും റോഡിന് വേണ്ടി അദ്ദേഹം ഒരു പൈസ നമുക്ക് തരും. 40 ലക്ഷമോ 50 ലക്ഷമോ ഒന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും നമുക്കൊരു 10-25 ലക്ഷം വാങ്ങിയെടുക്കാം. ബാക്കി മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടി നമ്മൾ വിളിച്ചത് ഈ കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അവരൊരു പരിപാടിയിൽ പോയി കുടുങ്ങിപ്പോയി, അതുകൊണ്ട് യഥാസമയത്ത് വരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്ന്, വാഹന പാർക്കിങ്ങിന് ഒരു സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം.